ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ റൂമിൽ ഇരുന്നിട്ട് ആരെയോ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഷാരി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഷാരി ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ രാഹുലിൻ്റെ ചീർപ്പെടുത്ത് അതിൽ മുടി കാണുകയാണ്. അപ്പോൾ അത് മുടി കണ്ടപ്പോൾ തന്നെ അവൾക്ക് മുടി പരിശോധിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മുടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ട് തന്നെ രാഹുലിൻ്റെ തല മുടി ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചീർപ്പും കൊണ്ട് അടുത്ത് പോയിട്ട് നല്ല സന്തോഷത്തോടുകൂടി ചീകി കൊടുക്കുകയാണ്. അപ്പോൾ രാഹുൽ കൈ തട്ടി മാറ്റിയിട്ട് ചോദിക്കുകയാണ്, എന്താ നിനക്കെന്താ ഇത്ര പെട്ടെന്നൊരു സ്നേഹം വന്നി? അതല്ല, നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ ശരികളുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് മനസ്സിനകത്തുള്ള വൈരാഗ്യമൊക്കെ മാറി. എങ്കിലും ഞാൻ നിനക്കും നിൻ്റെ മോൾക്കും വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ എല്ലാവരുടെയും എല്ലാ കണക്കൂട്ടലിലും പിഴച്ചു. അതിന് തുടക്കമിട്ടത് കല്യാണി എന്ന സംസാരിക്കാത്ത ഇന്ന് സംസാരിക്കുന്ന അവളാണ് ഇതിനെല്ലാം തുടക്കമിട്ടത്. അവൾ എന്ന് കിരണിനെ കല്യാണം കഴിച്ചോ അന്ന് നമ്മളെ പതനം തുടങ്ങിക്കഴിഞ്ഞു. ഷാരി വീണ്ടും അവന് മുടിചീ കൊടുക്കുകയാണ്. അതിൻ്റെ കൈ തട്ടി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. മനുമോനെ പോലെ നല്ലൊരു മരുമകനെ നമുക്ക് കിട്ടി. അതേപ്പറ്റി ഒരു തർക്കത്തിന് ഞാനിനിയില്ല. അവനെയും സൂക്ഷിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഷാരി ഇതിനിടയിൽ ചീർപ്പിനകത്ത് വന്ന മുടിയെടുക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയാണ്, വന്ന് നീയെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയാനാ? ആ വിഷയത്തിൽ നമ്മളിനി തർക്കിക്കാതിരിക്കുന്നത് നല്ലത്. ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ്, ആരാണ് ഭൂലോക ദുഷ്ടൻ കള്ളൻ എന്നൊക്കെ തീരുമാനിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. അത് തീരുമാനിക്കുന്നത് തൻ്റെ ഈ മുടിനാരിഴയാ. എൻ്റെ പ്രാണൻ വരെ കൊടുത്തത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവൾക്കിപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല. സമനില തെറ്റിയ അച്ഛനെ അവൾക്കിപ്പോൾ വെറുപ്പാ. എല്ലാ അർത്ഥത്തിലും അവൾ എന്നെ തള്ളിക്കളഞ്ഞു. ഞാനിപ്പോൾ വെറും കറിവേപ്പിലയാണ് ഈ വീട്ടിൽ. ഇനി വൈകുന്നേരം ഞാനൊന്ന് മസാജ് ഇട്ട് തരാം. എന്നിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് നന്നായിട്ടൊന്ന് കുളിക്ക്. ഞാൻ തലക്ക് സുഖമില്ലാത്ത ആളാണല്ലോ, അപ്പോൾ തലക്ക് വേണമല്ലോ എണ്ണയിട്ട് മസാജ് ചെയ്യാൻ. ആരി പറയാണ്, നമുക്ക് മുന്നിലൊരു നല്ല ജീവിതമുണ്ട് രാഹുലേട്ടാ. അത് ആഘോഷിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ഉടനെ തീരുമാനിക്കാം. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും രാഹുലേട്ടന് ഇപ്പം മനസ്സിലാവില്ല. പക്ഷേ എൻ്റെ മനസ്സിനകത്തൊരു അഗ്നിപർവ്വതമുണ്ട്. രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്താ ഇവള് മനസ്സിൽ അഗ്നിപർവ്വതം ഉണ്ടെന്നൊക്കെ പറയുന്നത്? അഗ്നിപർവ്വതോ? നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? എനിക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മോള് ഒന്നും അല്ലാതായി. ഉള്ളവൾ വലിയൊരു ചിത്രകാരിയായി. ഇനിയിപ്പോൾ നമ്മുടെ മോളെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൾ എൻ്റെ മോളാണ്, എൻ്റെ സ്വന്തം മോള്. അതിനെന്താ നിനക്ക് സംശയം? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അവളും മനുവാ. മനുവിനെ വിട്ടുകളാ. നമ്മുടെ സമ്പാദ്യം നമ്മുടെ മോൾക്കാ. ആ മോളെ കിരണുമായിട്ട് ഒന്നിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ മോളെ നല്ലൊരു ജീവിതം കാണണമെങ്കിൽ കിരണും നമ്മുടെ മോളും ഒന്നിക്കണം ഷാരി. അപ്പോൾ കല്യാണിയെ കിരൺ കളയുമോ? കല്യാണിയെ കിരൺ കളയില്ല, പക്ഷേ കല്യാണിയെ നമ്മൾ കളയും. ഇനി പാവങ്ങളൊന്നും ചെയ്യാൻ ഞാനില്ല. എൻ്റെ മോൾക്ക് കിട്ടിയത് നല്ലൊരു ജീവിതമാണ്. ആ ചെറുപ്പക്കാരൻ മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് രാഹുലേട്ടാ, അവനെക്കുറിച്ച് വേണ്ടാത്ത വർത്തമാനം വേണ്ട. അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് ഷാരി പുറത്തേക്ക് പോയിട്ട് ആ ചീർപ്പിനകത്തുള്ള മുടിയെടുത്തിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ മുടിയുടെ അവകാശി രാഹുലേട്ടനാണെങ്കിലും താരയാണ് അവളുടെ അമ്മയെങ്കിലും ഞാനും അവളുടെ വഴിവിട്ട ബന്ധവും മാത്രമാണ് എൻ്റെ മോളുടെ അവകാശി. അങ്ങനെയുള്ള സംഭവം നടന്നാൽ തൻ്റെ ഈ മുടി കൊണ്ട് നടന്ന തല ഞാൻ വെട്ടിപ്പൊളിക്കും. വീണ്ടും ഷാരി ആ മുടിനാരിഴയും കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഇനി എന്തിനാ വീണ്ടും കാണണമെന്ന് പറഞ്ഞത്? എന്തായാലും ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് കൂടി അറിയണം. ഇനി അമ്മ ആരാണെന്ന് അറിഞ്ഞു. അപ്പോൾ യഥാർത്ഥ അമ്മയെയും യഥാർത്ഥ അച്ഛനെയും എനിക്ക് അറിയണം. അതിനുവേണ്ടിയുള്ള തെളിവുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുടിനാരിഴ കൂടി കീറി പരിശോധിച്ചതിന് ശേഷം സാർ എനിക്ക് വ്യക്തമായൊരു മറുപടി തരണം. മറുപടി കിട്ടിയതിന് ശേഷം അവകാശികൾക്ക് കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്നാലും സത്യം അറിയാനുള്ളൊരു ആകാംക്ഷ. ഷാരി പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു പുലിവാലാകുമെന്ന്.
അപ്പോൾ ഷാരി പറയാണ്, എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ശരിക്കും കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയണ്ടേ? അത് പിന്നെ ഏതൊരമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ? അപ്പോൾ അയാൾ പറയാണ്, അപ്പോൾ അമ്മയോട് പറഞ്ഞോ സ്നേഹിക്കുന്ന പെൺകുട്ടി അവരുടേത് അല്ല എന്ന്? ആ, അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അയാൾ, എനിക്ക് മനസ്സിലാവാത്തത് അതൊന്നുമല്ല. പ്രസവിക്കുന്ന അമ്മയ്ക്ക് ഇതൊക്കെ അറിയാൻ പറ്റില്ലേ? ആ, പ്രസവ സമയത്ത് ചിലപ്പോൾ അവർക്ക് ബോധം ഉണ്ടാവണമെന്നില്ല. ബോധം തെളിഞ്ഞപ്പോൾ അടുത്ത് കിടന്ന കുഞ്ഞ് സ്വന്തം കുഞ്ഞായിട്ട് തോന്നിക്കാണും. എന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ സാർ. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ സംഭവം നടക്കാത്ത സമയമാണ്. എന്നാലും ഇതുണ്ടായിരിക്കുന്നത് ഒരു 10-25 കൊല്ലം മുമ്പല്ലേ? അന്നൊക്കെ അതിനുള്ള സാധ്യത കുറവായിരുന്നു. എന്നാലും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എത്രയും വേഗം എന്നെ അറിയിക്കണം എന്ന് ഷാരി പറയാണ്. ശരി, ഉടൻ തന്നെ പറയാം സാർ. ഇത് കുറച്ച് ക്യാഷാ. വേണ്ട, കഴിഞ്ഞ തവണ തന്നെ ആവശ്യത്തിന് തന്നതാ. ഇനി എത്രയും പെട്ടെന്ന് എല്ലാ സംശയവും മാറ്റിത്തരാം. നാളെ കാണാം. ശരി. പിന്നെ കാണിക്കുന്നത് കല്യാണിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളതാണ്. പിന്നെ അമ്മ അടുത്തുണ്ട്. അപ്പോൾ പറയുകയാണ് അമ്മ, എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് പൈസയൊക്കെ തന്ന് സഹായിച്ചത് സരിയും അവളുടെ അമ്മയുമാ. അതേതായാലും നന്നായി. മാസം ഏതായാലും ഒരു 10-15,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു 13,000 രൂപ എടുത്തൊരു കൊച്ചു വീടെടുക്കണം. ബാക്കി പൈസ എൻ്റെയും നിൻ്റെയൊക്കെ മരുന്നിനൊക്കെ തികയത്തുള്ളൂ. എന്നാലും അവിടെ നിന്ന് വരുമ്പോൾ ഭക്ഷണത്തിൻ്റെ ബാക്കിയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് അമ്മ മകൻ്റെ അടുത്ത് നിന്ന് കരയാണ്. അപ്പം മകൻ പറയാണ്, എന്തൊരു ജീവിതമാണ് ഇത്. അല്ലാതെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇനി നിനക്ക് ആരോഗ്യം വന്നാലും ശരീരം എനിക്ക് പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും കടയിൽ സാധനം എടുത്ത് കൊടുക്കാനോ മറ്റോ നിൽക്കണം. പിന്നെ അവിടെ 2 പേര് വന്നിട്ട് അവൾ പറയാണ്, ഒരാൾ കൂടി വന്നിട്ടുണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് പറയാണ്, പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ മകൻ സമ്മാനിച്ച തലയ്ക്കെട്ടാണിത്. അതൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങളുടെ കൊച്ച് ചെയ്തതിനൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മാപ്പ് ചോദിച്ചതിനെ കൊണ്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ലല്ലോ. അവനൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? സോണിയെ പോലുള്ള കുട്ടിയുടെ ഒരു ഭർത്താവാകാനുള്ള യോഗ്യതയില്ലെങ്കിലും അതിനുള്ള ഭാഗ്യം അവനുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം ഭാര്യയുടെയും മകളുടെയും മൂല്യം മനസ്സിലാക്കാൻ അവന് കഴിയാതെ പോയി. അത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോൾ കരുതുക. കല്യാണി എന്നെ വിളിച്ചായിരുന്നു. അവളുടെ അയലത്ത് ജോലിക്കാരിയായിട്ട് പോവുകയല്ലേ, സരയുവിൻ്റെ വീട്ടിൽ. ഞാൻ പോയി കല്യാണിയോട് ജോലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ അമ്മ ഒട്ടും സമ്മതിച്ചില്ല. പിന്നെ സരയു മോളുടെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ നിന്നോളാൻ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യപ്പറ്റുള്ള കൊച്ചാ. അതെ, ഭയങ്കര മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലാണ് അവർ. എന്തായാലും നിങ്ങൾ ജോലി ചെയ്യേണ്ട സ്ഥലത്ത് തന്നെയാണ് പോയത് എന്ന് സോണി പറയാണ്. കല്യാണിയുടെ കമ്പനിയിൽ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ട് ദോശ ഇടാനോ ചായ അടിക്കാനോ വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ നിന്നാൽ എൻ്റെ കാര്യം അങ്ങ് നടന്നു പോവുകയും ചെയ്തേനെ. മാസാമാസം എന്തെങ്കിലും കിട്ടുകയും ചെയ്തേനെ. അതേ, വിശ്വാസമുള്ളവരെ മാത്രമേ കമ്പനിയിലും വീട്ടിലൊക്കെ ജോലിക്ക് വെക്കാൻ പറ്റുള്ളൂ. ആൾക്കാരുടെ കണ്ണൊന്ന് തെറ്റിയാൽ മോഷണം നടത്തുന്ന കൊച്ചുമോൻ്റെ അമ്മുമ്മയാണ് നിങ്ങൾ. പിന്നെ നിങ്ങളെപ്പോലെയുള്ളവരെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ കല്യാണിയുടെ അച്ഛൻ പറയാണ്, ഞങ്ങളാരും മോഷ്ടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ മകൻ അതൊരു കലയാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അവൻ്റെ ബന്ധുക്കളെയൊന്നും ഞങ്ങളുടെ വീട്ടിലോ കമ്പനിയിലോ ജോലിക്ക് വെക്കാൻ പോകുന്നില്ല. എന്തായാലും ഞാൻ അവനെ ഒന്ന് പോയി കാണുന്നുണ്ട്, നിങ്ങളുടെ മകനെ. സോണിയുമായിട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാതിരിക്കാൻ നിങ്ങളും അവനുമൊക്കെ ഒരുപാട് കളി കളിച്ചതല്ലേ. എല്ലാം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവസാനം ആ ജാള്യത തീർക്കാൻ അവൻ ചെയ്ത പണിയാ എൻ്റെ ഈ തലയിൽ കാണുന്നത്. ഇനി അവന് എന്നല്ല, ലോകത്ത് ഏത് ശക്തി വിചാരിച്ചാലും ഇതേ എന്നെയും എൻ്റെ ഭാര്യയെയും വേർപിരിക്കാൻ പറ്റില്ല. കേവലം പണവും ഭാഗ്യസൗകര്യവും കണ്ടിട്ടല്ല നമ്മൾ പ്രേമിച്ചത്. ഇത് മനസ്സുകളുടെ ഒത്തുചേരലാണ്. അതുകൊണ്ട് എന്നെന്നും ഈ ബന്ധം ദൃഢമായിട്ട് തന്നെ നിലനിൽക്കും. അതെല്ലാവരും മനസ്സിൽ വെച്ചാൽ നല്ലത്. അവൻ പറയാണ്, ബാ സോണി, നിങ്ങൾക്ക് ഹൃദയമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഇതുപോലുള്ള അറ്റാക്ക് വരുമ്പോഴാണ്. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. ഇപ്പോൾ സ്വന്തം അമ്മയെ കൊണ്ട് പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികളിലായില്ലേ. ഇതൊക്കെ നിങ്ങളുടെ കർമ്മഫല. കല്യാണി എന്ന മകളെ കഷ്ടപ്പെടുത്തിയതിന് ദൈവം തരുന്ന ശിക്ഷയാണ് ഇതൊക്കെ പറഞ്ഞ് അവർ പോയി. അപ്പോൾ അമ്മ മകനോട് പറയാണ്, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട് പ്രകാശ. അതുകൊണ്ട് ഇതൊക്കെ കേട്ടേ പറ്റൂ.
പിന്നെ കാണിക്കുന്നത് ഷാരിയും അച്ഛനും മകളും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ്. ഷാരി കഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, അമ്മ എന്താ കഴിക്കാത്തത്? അമ്മ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ രാഹുൽ പറയാണ്, അവൾക്ക് ഈ പ്രായത്തിൽ ആലോചന കൂടിയത്. അപ്പോൾ അവൾ, അതെന്താ? എന്താ ഈ പ്രായത്തിൽ എനിക്ക് ആലോചിക്കാൻ പാടില്ലേ? ആലോചിച്ചോ, ആര് പറഞ്ഞു വേണ്ട എന്ന്? അപ്പോൾ രാഹുൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാരി പറയാണ് മനസ്സിൽ, ഒരു കുഴപ്പമില്ലാത്ത വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക. നാളെ അറിയും ആരാണ് ആരെ ചതിച്ചത് എന്ന്. എൻ്റെ ജീവിതം ഒരു വഴിക്കാക്കിയെന്ന് നാളെ ഉറപ്പിക്കാൻ പോവാ. കിരൺ പറഞ്ഞു, എൻ്റെ പൊന്നുമോള് എൻ്റെ മോളല്ല എന്ന്. അത് സത്യമായി. ഇനി ബാക്കി സത്യമാവോ എന്തോ. അമ്മേ കഴിക്കമ്മേ. എന്താ ഇത്? ഞാനിപ്പോൾ തലക്ക് സുഖമില്ലാത്ത ആളാണല്ലോ മോളെ. അതുകൊണ്ട് ഇവൾക്ക് പുതിയൊരാളെ വേണമെന്ന് തോന്നിക്കാണും. അച്ഛനൊന്നും മിണ്ടാതിരിക്കുമോ? മിണ്ടിക്കോട്ടെ മോളെ, മിണ്ടിക്കോട്ടെ. ഇപ്പം മിണ്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നാളെ മിണ്ടണ്ടോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടിയാലുണ്ടല്ലോ, ഇതുപോലുള്ള മുളകിട്ട കൂട്ടാൻ ചാറുണ്ടല്ലോ, അത് അയാളുടെ മുഖത്തായിരിക്കും. നിനക്കെന്താ ശാരി എന്നോട് ഇത്രയും ദേഷ്യം? ഞാൻ അതിന് മാത്രം എന്ത് ദ്രോഹ നിന്നോട് ചെയ്തത്? യോ, ചെയ്തതൊക്കെ വളരെ നല്ല കാര്യങ്ങളാ. അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അച്ഛനാണോ അമ്മയുടെ ഈ വിഷമത്തിന് കാരണം? എൻ്റെ വിഷമത്തിന് കാരണം ഞാൻ തന്നെയാ മോളെ. അമ്മയെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വിടണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ കാഴ്ചകൾ കണ്ടു. അതാ അമ്മയുടെ ഈ മാറ്റത്തിന് കാരണം. അവിടെ കാണുന്ന കാഴ്ചകളൊന്നും കാര്യമാക്കണ്ട. എനിക്ക് അറിയാം എൻ്റെ പെങ്ങളെ. അവൾ ഒരു ദിവസം നമ്മളെ സന്തോഷ വാർത്ത കേൾപ്പിച്ചിരിക്കും. മക്കളെ അവൾ ഒന്നും ചെയ്യില്ല. പക്ഷേ മക്കളെ കൊത്തിച്ചേർത്ത ചന്ദ്രസേനുണ്ടല്ലോ, അവനെ വെറുതെ വിടില്ല. അവൾ തന്ത്രപരമായിട്ട് തന്നെ അവനെ നശിപ്പിച്ചിരിക്കും. തലക്കകത്ത് ആൾത്താമസമില്ലാത്ത മരമണ്ടൻ. ഷാരി മനസ്സിൽ ആലോചിക്കുകയാണ്. കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഞാൻ കഴിക്കുമല്ലേ, നീയല്ലേ കഴിക്കാതിരിക്കുന്നത്? ഞാൻ കഴിച്ചോ ഇല്ലയോ എന്നൊന്നും ആരും തിരക്കണ്ട. പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. ഇതുവരെയും അച്ഛനും അമ്മയും നമ്മളും തമ്മിലുള്ള സ്നേഹത്തിൽ കാപട്യം ഇല്ലാന്ന് അങ്കിളിനോട് ആൻറ്റി പറഞ്ഞിട്ടില്ല. എങ്കിലും എനിക്ക് അത്ഭുതം തോന്നുക, ഞാനും അവരും തമ്മിൽ സരീവിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടതാ. എന്നിട്ടും അവരിനിയും സത്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം ചിലപ്പം മനസ്സിലാക്കി കാണും. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധം പിരിയണമെന്ന് പറഞ്ഞ് അവർ മുന്നിലോട്ട് വരേണ്ടതല്ലേ? കല്യാണി പറയാണ്. അത് ശരിയാ. എന്തായാലും 14 രൂപ ഫോറൻസിക് ലാബിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വരേണ്ട സമയം കഴിഞ്ഞു. അവസാനം കാണുമ്പോഴും വെല്ലുവിളിയോടുകൂടിയാണ് സംസാരിച്ചത്. സത്യങ്ങൾ അറിഞ്ഞിട്ട് കള്ളം പറഞ്ഞാലോ? കള്ളം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, കിരൺ പറയാണ്. എന്തായാലും സരയു എൻ്റെ ആൻറ്റിയുടെ മകളല്ല, അത് 100% സത്യ. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് ആൻറ്റിയുടെ 2ാം ജന്മമായിരിക്കും. അവരിതുവരെ ചെയ്തതിനുള്ള തെറ്റിനുള്ള തിരിച്ചടിയാവും പിന്നെ കിട്ടാൻ പോകുന്നത്. കിരണേട്ടൻ്റെ അങ്കിള് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് ശരിക്കും അവരിതുപോലെ കുഴപ്പക്കാരിയായിരുന്നോ? എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്തൊക്കെ അവർ നല്ലൊരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്കിളിൻ്റെ അതേ സ്വഭാവമായിരുന്നു സരയുവിന്. അങ്ങനെ വരുമ്പോൾ ഭർത്താവിനും മകൾക്കുമൊപ്പം അമ്മയും നിൽക്കുമല്ലോ. അങ്ങനെ സാവകാശം അത് അങ്കിളിൻ്റെ സ്വഭാവത്തിലേക്ക് വരുമായിരുന്നു. പിന്നീട് അവിടെ എല്ലാവരോടും സരയുവിൻ്റെ വാശിയും വൈരാഗ്യവും അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസം കുറഞ്ഞതിൻ്റെ കുറച്ച് തകരാറും അവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉള്ളത് പറയാലോ, കുടുംബത്തിന് യോജിച്ച ഒരു പെൺകുട്ടിയായിരിക്കണം അങ്കിള് കല്യാണം കഴിക്കുന്നതെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വാശിയുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കണ്ടെത്തിയതാ ഇയാളെ. വലിയ സാമ്പത്തിക ശേഷിയൊന്നും അവർക്കില്ല. കുടുംബം കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. അത് പക്ഷേ വലിയ തിരിച്ചടിയായി എന്ന് മാത്രം. എല്ലാത്തിനും കാരണം കിരണേട്ടൻ്റെ അങ്കിളാ. ഭാര്യയെ മോശക്കാരിയാക്കിയതും മക്കളെ നേർവഴിക്ക് നയിക്കാത്തതും അയാൾ ഒറ്റൊരുത്തനാ. അത് ശരിയാ. അതുകൊണ്ട് ഇപ്പോഴെന്താ, എല്ലാം പോയില്ലേ? അയാളുടെ മകൾക്ക് വേണ്ടി കണ്ടുവച്ചതാ എന്നെ ആദ്യം തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് തങ്കക്കട്ടിയാണെന്ന് പറഞ്ഞ് ഒരുത്തനെ മരുമകനായിട്ട് കൊണ്ടുവന്നു. അവനും ലോക തോൽവിയാ. ഇപ്പം ഇതേ അയാളുടെ ഭാര്യയുടെ കുഞ്ഞുമല്ല സരയു. എല്ലാം കുളമായില്ലേ? ഇനി വാർദ്ധക്യം അയാൾക്ക് ആഘോഷിക്കാം, നരകത്തിലെന്ന പോലെ. ആ സമയത്ത് മറ്റുള്ളവർക്കും അയാൾ നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ നല്ലത്. അതുകൊണ്ടാണല്ലോ അമ്മ വാശി പിടിക്കുന്നത്, അങ്കിളൊന്നും അറിയരുത് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും 2 ദിവസത്തിനകം ആൻറ്റിയുടെ കാര്യത്തിനൊരു തീരുമാനമാകുന്ന എൻ്റെ വിശ്വാസം. നോക്കട്ടെ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, സീ യു ഓൾ.